ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. എന്റെ പ്രാണനെ കാക്കണമേ. എന്റെ പ്രാണനെ കാക്കണമേ. ഞാൻ നിന്റെ ഭക്തനാകുന്നു. ഞാൻ നിന്റെ ഭക്തനാകുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. എന്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. യഹോവേ, നിന്നിലേക്ക് ഞാൻ എന്റെ ഉള്ളം ഉയർത്തുന്നു. യഹോവേ, നിന്നിലേക്ക് ഞാൻ എന്റെ ഉള്ളം ഉയർത്തുന്നു. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും എന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെ മഹാദയാലുമാകുന്നു. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും അപേക്ഷിക്കുന്നതൊക്കെയും മഹാദയാലുമാകുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. യഹോവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്റെ യാചനകളെ ശ്രദ്ധിക്കണമേ. എന്റെ യാതനകളെ ശ്രദ്ധിക്കണമേ. നീ എനിക്ക് ഉത്തരമരുളുകയാൽ നീ എനിക്ക് ഉത്തരമരുളുകയാൽ എന്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, ദേവന്മാർ നിനക്ക് തുല്യനായവനില്ല. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല. നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായൊരു പ്രവൃത്തിയുമില്ല. നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായൊരു പ്രവൃത്തിയുമില്ല. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ. നീ മാത്രം ദൈവമാകുന്നു. നീ മാത്രം ദൈവമാകുന്നു. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കി. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ ഞാൻ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എന്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും. എന്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും. നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. നീ എന്റെ പ്രാണനെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദൈവമേ, അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു. ദൈവമേ, അഹങ്കാരികൾ എന്നെ എതിർത്തിരിക്കുന്നു. പൗരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്നു. പൗരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ നിന്നെ ലക്ഷ്യമാക്കുന്നുമില്ല. അവർ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുമുള്ളവൻ തന്നെ. ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുമുള്ളവൻ തന്നെ. എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ ദാസന് നിന്റെ ശക്തി തന്നു. നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണം. പുത്രനെ രക്ഷിക്കണമേ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നു. നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. കർത്താവിന് സ്തോത്രം. വലിയവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ട ദൂതുകളും ആലോചനകളും ആത്മാവിന്റെ ശക്തിയും എല്ലാം നൽകി തരുമാറാകണം. കർത്താവേ, നാഥ, ഇന്ന് കർത്താവ് ഞങ്ങളുടെ ആരാധനയിൽ പ്രസാദിക്കണം. ഞങ്ങളെ ആരാധിപ്പാൻ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. തിരുനാമഹത്വങ്ങൾക്കാകട്ടെ. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. കടന്നു ജനത്തിനായി സ്തോത്രം. ഇത് സംബന്ധിക്കുന്ന ഏവർക്കുമായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിരിക്കാം. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും നമുക്കിന്ന് കർത്താവ് കൃപ നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ആരാധന എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പല നിലകളിൽ ചിന്തിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നമ്മൾ വചനത്തിൽ നിന്ന് ഗ്രഹിക്കുന്നത് പോലെ
സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ കയ്യിൽ നിന്ന് അവനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിങ്കിലേക്ക് എത്തിയാൽ ആരാധന ദൈവം പ്രസാദിക്കുകയാണ്. അത് 7 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും അതൊന്ന് വായിച്ച്. വെളിപ്പാട് പുസ്തകം 5:12. ദൈവത്തിന് കൊടുക്കുന്ന ആരാധന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഇസ്രായേലിന് കൽപ്പന ലഭിച്ചിരിക്കുക. വേറെ ആരെയും നമസ്കരിക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല. അത് ഇസ്രായേലിനുള്ള ചട്ടമാണ്. എന്നാൽ ആ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്കുള്ള യോഗ്യത യേശു പ്രാപിച്ചതിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തി, ഒന്നാമത്തെ തന്നെ ശക്തി. അതായത് ഒരു മനുഷ്യൻ തൻ്റെ ആയുഷ്കാലം മുഴുവനും തൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നിന്റെ ശക്തി ദുഷ്ടന് കൊടുക്കരുത്. അതായത് നിന്റെ പ്രയത്നം വല്ലവൻ്റെയും വീട്ടിലായി പോകരുത്. കാരണം ഒടുവിൽ നീ നെടുവീർപ്പിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ ശക്തി മുഴുവൻ പോയിപ്പോയല്ലോ എന്ന് കരയുന്ന ദിവസം വരും. നിന്റെ പ്രയത്നം, നിന്റെ ആരോഗ്യം, നിന്റെ ബലം നിന്റെ ഭവനത്തിലേ ഉണ്ടാകാവൂ. അതിൽ പിഴവ് പറ്റിയവർ ദുഃഖിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് അനുഭവസാക്ഷ്യമായിട്ട് എനിക്കും പറയാൻ കഴിയും. നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനം മറ്റുള്ളവൻ്റെ വീട്ടിലായിപ്പോയാൽ ഒടുവിൽ അതിൻ്റെ ദുഃഖം നമ്മൾ അനുഭവിച്ചേ മതിയാവും. അതുകൊണ്ട് കർത്താവ് നമുക്ക് നമ്മുടെ ഭവനമായി കർത്താവ് കാണിച്ചു തന്നിരിക്കുന്ന നമ്മുടെ ഭവനം, നമ്മുടെ അധ്വാനം എവിടെയെന്ന് ചോദിച്ചാൽ അവിടെ കാണണം. ഈ വലിയ പൊള്ളിളക്കങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് പലരും പല ശുശ്രൂഷകൾക്കും പല അംഗത്വത്തിനും ഒക്കെയും വിളിക്കാനിടയായി തീർന്നു. ആ സമയത്ത് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇന്നുവരെയും അധ്വാനിച്ചതും ഞാൻ ഇന്നുവരെയും പ്രയത്നിച്ചതും ഞാൻ ചെലവഴിച്ചതും ഇതുമൊക്കെ എവിടെയാണ്? ഇതിനകത്താണ്. ഇത് വിട്ടിട്ട് ഞാൻ പോവുക എന്ന് പറയുന്നത് അത് നാളെ ഞാൻ പരിഹസിക്കപ്പെടാനുള്ള ഒരു വഴിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യോബ് പറഞ്ഞതുപോലെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന് വനത്തിലുള്ളതുപോലെ, നമ്മുടെ പ്രയത്നം അത് എവിടെയെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനൊരു ഇടം വേണം. എൻ്റെ പ്രയത്നം ഇന്ന സ്ഥലത്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇടം വേണം. ആ ഇടമാണ് നമ്മുടെ സഭ. അവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ജനിക്കാൻ, നമുക്ക് ആത്മീയമായി വളരാൻ കർത്താവ് തന്നിരിക്കുന്ന ഒന്നാണ് എൻ്റെ സഭ എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ, പിന്നെ നമ്മുടെ അധ്വാനമല്ല അവിടെ ഉണ്ടാവും. കാരണം നിശ്ചയമായിട്ടും നമ്മുടെ ഭവനത്തിലുള്ള അധ്വാനം, പ്രയത്നം നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അത് നാളെ നമുക്ക് തിരിച്ചു കിട്ടും, ഉറപ്പാണ്. ഇതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ നോക്കുക, നിന്റെ ശക്തി, മനുഷ്യന്റെ ശക്തി. ഒരിക്കലൊരു മനുഷ്യൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് സാക്ഷ്യം പറഞ്ഞതാ, ഞാൻ 43 വർഷം കേന്ദ്ര സർക്കാരിൽ എന്നെ സഹായിച്ചു, കേന്ദ്ര സർക്കാരിൽ വേല ചെയ്തു. അപ്പോൾ 43 വർഷം കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ പ്രവർത്തിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സുഭിക്ഷമായി ജീവിക്കാനുള്ളത് മാസം തോറും കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയത്നം വൃഥാവായി പോയില്ല. ഇതുകൊണ്ടാണ്
വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരാധിക്കാൻ വരുന്നവൻ വല്ലവന്റെയും ഭവനത്തിലും നഷ്ടപ്പെടുത്തിയ ശക്തിയുമായിട്ട് വന്ന് ആരാധിക്കരുത്. നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്, നമ്മളൊരു ഭവനമുണ്ട്, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്, നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു സത്യമുണ്ട്. അതിനു വേണ്ടി നമ്മുടെ പ്രയത്നമായിരിക്കണം. നിശ്ചയം ആ വ്യക്തിക്ക് ദൈവത്തിന് മുമ്പാകെ ആരാധിപ്പാൻ വ്യവസ്ഥയുണ്ട്. ദൈവം ആ ആരാധന സ്വീകരിക്കുകയും ചെയ്യും. രണ്ടാമത്തതാണ് ശക്തിയും ദാനവും. നമുക്ക് സാധിക്കുമോ? വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഉള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിൽ സമ്പത്തുണ്ടാവും. അത് കഴിഞ്ഞ് എന്നെ അനുഗമിക്കുക. പ്രധാന ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് തന്റെ സമ്പത്ത് ദൈവത്തിന് കൊടുക്കുക. എന്തെല്ലാം കാര്യങ്ങളിൽ ചെലവഴിക്കുന്ന മനുഷ്യൻ, എന്തെല്ലാം കാര്യങ്ങളിൽ, ഏതെല്ലാം അവസ്ഥകളിൽ കൊണ്ടുപോയി ഇടുന്നു. ബാങ്കിലിടുന്നവരുണ്ട്, ബ്ലേഡ് ബാങ്കിലിടുന്നവരുണ്ട്, വായ്പ കൊടുക്കുന്നവരുണ്ട്, പലിശയ്ക്ക് കൊടുക്കുന്നവരുണ്ട്, സ്വർണം മേടിച്ചു വയ്ക്കുന്നവരുണ്ട്, ഭൂമിയിൽ ചെലവാക്കിയിടുന്നവരുണ്ട്. എന്തെല്ലാം തരത്തിൽ മനുഷ്യന്റെ സമ്പത്ത് സുരക്ഷിതമായിട്ടിടാനായിട്ട് മനുഷ്യർ പ്രയത്നിക്കുന്നു. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ കണ്ടു കഴിയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് പരിഹാസം വരും, ചിരി വരും. കാരണം ഇവരൊക്കെയും പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നു, ലോകത്തിൽ ആശ്രയിക്കുന്നു. ഈ സംവിധാനമെല്ലാം തകിടം മറിയും. അന്ന് തൻ്റെ ധനം മുഴുവനും ഇല്ലാതെയായിപ്പോകും. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് നിസ്വാർത്ഥമായിട്ട് എന്നെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ട്. വചനം പറയുന്നത് സഹോദരൻ മുട്ടുള്ളവനായിട്ട് കണ്ടാൽ അവന് വേണ്ടി ചെയ്തോ. സഹോദരനായിട്ട് കർത്താവ് കാണിച്ചു തന്നവനായിരിക്കണം. ലോകം മുഴുവനുള്ള സഹോദരന്മാരുടെ കാര്യമല്ല പറയുന്നത്. സഹോദരനായിട്ട് കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി പ്രവർത്തിച്ചോ, നിശ്ചയമായിട്ടും അത് മടക്കി കിട്ടും. അത് ആരാധനയുടെ ഭാഗമാണ്. ശക്തി കൊടുക്കുന്ന ആരാധനയുടെ ഭാഗമാണ്. ധനം കൊടുക്കുന്ന ആരാധനയുടെ ഭാഗമാണ്. അടുത്തത് ജ്ഞാനം. ഒരു മനുഷ്യന്റെ അറിവ്. ഒരു മനുഷ്യൻ തനിക്ക് അല്പം കഴിവുണ്ട്. ആ കഴിവിന് എവിടെ നിന്നെല്ലാമാണ് വിളി വരുന്നതെന്ന് അറിയാം. അതായത് അദ്ദേഹത്തിന് പല കമ്പനികളിൽ നിന്നും, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള പല കമ്പനികളിൽ നിന്നും അദ്ദേഹത്തിന് വിളി വരുന്നു. അത്ര സമർത്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്റെ ജ്ഞാനം ദൈവത്തെങ്കിൽ സമർപ്പിക്കുക, കർത്താവിന് കൊടുക്കുക, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെലവാക്കുക. മറ്റത് മാസം തോറും കുറച്ച് ശമ്പളം കിട്ടും, അതോടെ തീരും. ഇത് തീരാത്ത ഒരു അനുഭവം അതിൽ നിന്ന് കിട്ടും. അടുത്തത് ബലം, അധികാരം. നമുക്ക് പല നിലകളിൽ പല അധികാരവും മനുഷ്യന് ലഭിക്കും. അധികാര ദുർവിനിയോഗം ചെയ്യുന്നവരുണ്ട്, അധികാര പ്രയോഗം ചെയ്യുന്നവരുണ്ട്, പലതരത്തിൽ അധികാരം ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് നിനക്ക് കിട്ടുന്ന അധികാരം. അതാണ് എസ്തറിനോട് പറഞ്ഞത്. നീ സ്ഥാനത്ത് വന്നിരിക്കുമ്പോൾ എല്ലാ യഹൂദന്മാരിലും വെച്ച് നീ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ഒരു കാര്യം ചിന്തിക്കണം, നിന്നെ ഇന്ന് ഈ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് ഈ യഹൂദന്മാരെ രക്ഷയ്ക്കാകുന്നോ ഇല്ലയോ എന്ന് ഇത് എങ്ങനെ അറിയും? അപ്പോഴാ ബോധം വന്നത്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനത്ത് രാജാവിന് എന്നോട് ദൈവം തോന്നി എന്നെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം ദൈവത്തിന് ഇല്ലാതിരിക്കില്ല. അപ്പൊ ഞാൻ എൻ്റെ അധികാരം ഇന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ കഴിവ് അതിനുവേണ്ടി ചെലവഴിക്കാൻ ഞാൻ കടപ്പെട്ടവനാ. ഇല്ല എങ്കിൽ തൽക്കാലത്തേക്ക് എനിക്ക് നിന്നു പോകാൻ പറ്റും, പക്ഷേ ഞാൻ വേണ്ടി നിർവഹണം നശിച്ചു പോകും. ആരാധനയുടെ ഭാഗമായി പറയുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴേക്കും ചെയ്യേണ്ട കാര്യങ്ങളായി പറയുന്നത്. അടുത്തത് ബഹുമാനം.
എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. എന്നെ മാനിക്കുന്നവരെ. ഏലി പുരോഹിതൻ മക്കളെ മാനിച്ചു. ദൈവം ചോദിച്ചു, നീ എന്നേക്കാൾ കൂടുതൽ മക്കളെ മാനിക്കുന്നത് എന്താ? ആർക്ക് വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ? എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. നീ എന്നെ മാനിച്ചിരുന്നെങ്കിൽ ഇന്ന് നിന്റെ കുടുംബം നിൽക്കുമായിരുന്നു. നിനക്ക് വേണ്ടതെല്ലാം ലഭിക്കുമായിരുന്നു. അത് നീ ചെയ്തില്ല. ബഹുമാനം ദൈവത്തിനുള്ളതാണ്. അടുത്തത് മഹത്വം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പോഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ആ പോഴ്ച എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, എന്നെ പോഴ്ത്തേണ്ട ആരും ദൈവത്തെ പോഴ്ത്തിയാണ്. ഇതൊക്കെയും ചെയ്തതാര്? ദൈവം. മഹത്വം ദൈവത്തിന് കൊടുക്കണം. കാരണം ദൈവത്തിനാണ് മഹത്വം കിട്ടിയതെങ്കിൽ നിശ്ചയമായിട്ടും അവനത് തിരിച്ചു തരും. മഹത്വം ആര് മുഖാന്തരമാണോ ലഭിച്ചതോ അവന് തിരിച്ചു കൊടുക്കും. അതാണ് അതിന് പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ ക്ഷണത്തിൽ മഹത്വപ്പെടുത്തും. അറിയില്ല, ഒറ്റ മനുഷ്യനും അറിയില്ല. ദൈവത്തിന് മഹത്വം കൊടുത്ത മനുഷ്യനാണോ എന്ന് അറിയണമെങ്കിൽ അവന്റെ ജീവിതം പരിശോധിച്ചാൽ മതി. പെട്ടെന്നായിരിക്കും, ക്ഷണത്തിലായിരിക്കും അവന് മഹത്വം. അടുത്തത് സ്തോത്രം. കർത്താവിന്റെ സ്തോത്രം. ഏഴാമത്തെ കാര്യമാണ് സ്തോത്രം. സ്തോത്രം എന്ന് പറയുമ്പോൾ അത് ആർക്കായിരിക്കണം? സ്തോത്രം എന്ന് പറയുന്നതിന് കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന സ്തോത്രമെന്ന അധരപരമെന്ന സ്തോത്രയാഗമാണ്. സ്തോത്രത്തിൽ നാമമുണ്ടോ? ഇംഗ്ലീഷിൽ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നു. അതിൽ നാമമുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ജാതികൾ കൂടിയിരുന്ന് സ്തോത്രം പാടുന്നത്. തൃപ്പൂണിത്തുറ സ്ഥലത്ത് ആ ഇരുമ്പ് കാലത്തിൻ്റെ അടുത്ത് അന്യജാതിക്കാരന് വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അന്യ ദൈവങ്ങളെ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെന്തൊരു ആരാധന? സ്തോത്രത്തിന് നാമമില്ല. സ്തോത്രത്തിന് നാമം ഉണ്ടാകും. എങ്ങനെയാണെന്നറിയോ? ആരാധിക്കേണ്ടവൻ യേശുവിനെ വിശ്വസിച്ച്, യേശുവിനെ കൈക്കൊണ്ട്, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച്, അവൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട്, അവൻ്റെ നാമത്തെ ധരിച്ച്, അവൻ്റെ നാമത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ അവൻ പറയുന്നത് യേശുവിനായിരിക്കും. അവൻ പറയുന്ന സ്തോത്രം യേശുവിനായിരിക്കും. അല്ലാത്തവൻ പറയുന്ന സ്തോത്രമല്ല എവിടെ പോകണമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് 24 മണിക്കൂർ സ്തോത്രം പറഞ്ഞാലും അവന് വ്യത്യാസമില്ല. എന്നാൽ സ്തോത്രം യോഗ്യനായവൻ പറഞ്ഞാൽ ആ സ്തോത്രത്തോടുകൂടി അവന് വ്യത്യാസമാണ്. ഇസ്രായേലിന്റെ സ്തുതികൾ മേൽ വസിക്കുന്നവൻ അവനോടൊപ്പം ഇരുന്നവനെ വിടുവിക്കുക. നമ്മൾ 7 കൂട്ടം കാര്യങ്ങൾ പഠിച്ചു. ഈ 7 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ദൈവത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ആരാധനയിൽ പ്രസാദിക്കാൻ ദൈവം കടപ്പെട്ടവനാണ്. യേശു കടപ്പെട്ടവനാണ്. ഞാൻ എൻ്റെ ബലം, എൻ്റെ ധനം, എൻ്റെ മാനം, എൻ്റെ ശക്തി, എൻ്റെ സ്തോത്രം, എനിക്ക് കിട്ടിയ മഹത്വം, ഇതെല്ലാം ഞാൻ കർത്താവിനാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇന്ന് ആരാധിക്കുമ്പോൾ ആരാധനയുടെ ശബ്ദം തന്നെ വ്യത്യാസമാണ്. ആരാധനയ്ക്ക് തന്നെ വിടുതലാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ കയ്യിൽ എഴുതി വെച്ചിരിക്കണം. നടക്കുന്ന വഴിക്ക് മുഴുവൻ മഹത്വമൊക്കെ നമുക്ക് കിട്ടും, പണം നമുക്ക് കിട്ടും. പക്ഷെ ഓർത്തു കൊള്ളണം, ഞാൻ ചെയ്യുന്നത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് സുവിശേഷ നിമിത്തമായിരിക്കും. ഞാൻ ചെലവഴിക്കുന്നത് സുവിശേഷ നിമിത്തമായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്നത് അത് നിമിത്തമായിരിക്കും. എനിക്ക് കിട്ടിയ മഹത്വം ഞാൻ അതിനെ കൊടുക്കൂ. ഇങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, അബ്രഹാം പറഞ്ഞതുപോലെ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അബ്രഹാം പറയുന്ന സ്തോത്രം ഏതെന്നറിയാമോ? അബ്രഹാം പറയുന്ന സ്തോത്രം മലയിലേക്ക് പോയവനല്ല ഇറങ്ങി വരുന്നത്. മലയിലേക്ക് പോകുന്നവൻ കർത്താവിന്റെ ദാസനാണ്. ഇറങ്ങി വരുന്നവൻ ദൈവത്തിന്റെ സ്നേഹിതനാണ്. കുഞ്ഞുമായി ഇറങ്ങി വരികയാണ്. ഇനി അവൻ പറയുന്നതിന് മാറ്റമുണ്ട്. കാരണം ഇനി അബ്രഹാം പറയുമ്പോൾ വല്ലവരും പറയുന്ന പോലെയല്ല. ഓ യേശുവേ, അവൻ എലയാസാറിനെ വിളിച്ചു പറഞ്ഞു, എലയാസാറെ, നീ എൻ്റെ മകന് ഒരു പെൺകുട്ടി എടുക്കാൻ പോകണം. അപ്പോ എലയാസാർ ചോദിച്ചു, വേലക്കാരൻ ചോദിച്ചു, ഞാൻ പോയിട്ട് പെണ്ണിനെ എൻ്റെ കൂടെ പറഞ്ഞു വിടുവോ? ഞാൻ പോയാൽ കഴിഞ്ഞാൽ കാര്യം സാധിക്കുമോ? ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്താൽ ഞാൻ ഏതെങ്കിലും കാരണവശാൽ ഞാൻ അവിടെ ഒരു പെൺകുട്ടിയെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് മടക്കി കൊണ്ട് പോകണോ?
അബ്രഹാം പറഞ്ഞു, വേണ്ട, അവൻ മകനെ അങ്ങോട്ട് മടക്കി കൊണ്ടുപോകാൻ മാത്രം ചെയ്യരുത്. നീ ഒരു കാര്യം ചെയ്തോ, നീ യാത്രയായിട്ട് അങ്ങ് പൊയ്ക്കോ, ഈ കാര്യത്തിന് വേണ്ടി അങ്ങ് പൊക്കോ. എൻ്റെ മകന് ഒരു പെൺകുട്ടിയെ ലഭിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദൂതൻ നിനക്ക് മുമ്പായി പോകും. ആ കാര്യം സാധിപ്പിക്കും. ഈ പറഞ്ഞ വാക്ക് അബ്രഹാം പറഞ്ഞ വാക്ക് അബ്രഹാം എലയാസാർ മാത്രമല്ല കേട്ടത്. ദൈവത്തിന്റെ സ്നേഹിതനാ പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹിതനാ അവർ കേട്ടേ പറ്റുമോ? ദൂതന്മാരത് കേട്ടേ പറ്റുമോ? പോയി പെൺകുട്ടിയുമായി പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ അടയാളങ്ങളെല്ലാം നടന്നു. ദൂതൻ കൂടെ ഉണ്ടായിരുന്നു. കാര്യസാധ്യതയോട് മടക്കി വെച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നത് കാരണം എന്താ? കാരണം ആരാധനയിൽ ദൈവം പ്രസാദിച്ചതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ എപ്പോഴും ഓർത്തോളണം, ദൈവമേ, ഇത്രയും കാലമായി ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു, ഇതുവരെയും നീ പ്രസാദിച്ചു എന്നുള്ളൊരു വാക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ആ വാക്ക് കിട്ടണം. ആ ഉറപ്പോടുകൂടി ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം മാറി. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ചിന്തിക്കേണ്ട, പിന്നെ ഞാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട. പ്രവർത്തിക്കേണ്ടവനും കർത്താവാണ്. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ആരാധന ദൈവം പ്രസാദിക്കുന്നതായി കിട്ടും. ദൈവം നമ്മുടെ ആരാധനയിൽ പ്രസാദിച്ച് ഇന്ന് മുതൽ നമ്മുടെ ശബ്ദം, ആരാധനയിൽ പ്രസാദിക്കുന്ന ഒരു ശബ്ദം ആത്മീയ മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കും. വിലാപങ്ങൾ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ കൂകി നിലവിളിച്ചാൽ നീ കേൾക്കുന്നില്ല. ഇവിടെ കിടന്ന് എന്തെല്ലാം ഒച്ച ഉണ്ടാക്കിയാലും ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കില്ല. സമുദ്ര തിരകൾ ഒച്ച ഉണ്ടാക്കുന്നത് പോലെ ഉള്ളൂ ദൈവത്തിന് മുമ്പാകെ. അതൊന്നും ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലില്ല. എന്നാൽ ആരാധനയിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയ മണ്ഡലത്തിലേക്ക് അവരുടെ ശബ്ദവും കിടക്കും. ആബേലിന്റെ ശബ്ദം കടന്നു, അബ്രഹാമിന്റെ ശബ്ദം കടന്നു, വിശുദ്ധന്മാരുടെ ശബ്ദം കടന്നു, യേശുവിന്റെ ശബ്ദം കടന്നു. നാഥ, നേരം വെളുത്തു, ഇന്നുവരെയും ഞാൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പടകിന്റെ ഭാഗത്തേക്ക് മാറ്റി വലയിറക്ക്. അനുസരിച്ചു, വലയിറക്കി. വലിയൊരു പെരുത്ത് മീൻകൂട്ടം കിട്ടി. അവന്റെ വാക്കിന്റെ പ്രത്യേകത എന്താ? യേശുവിന്റെ വാക്കിന്റെ പ്രത്യേകത എന്താ? അത് പത്രോസ് മാത്രമല്ല കേട്ടത്, കൂടി നിന്നവർ മാത്രമല്ല കേട്ടത്, ആത്മീയ മണ്ഡലങ്ങളിലേക്ക് പ്രവേശിച്ച ദൂതന്മാരും കേട്ടു. ആത്മീയ മണ്ഡലം ആ കാര്യം സാധിപ്പാൻ ബാധ്യസ്ഥമാണ്. കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെ ഒരു വാക്കുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നമ്മുടെ പദവി എന്താ? ഇത് സാധിക്കുന്നത് ആണെന്ന് പറയുമ്പോൾ, ആ ആരാധനയിൽ സാധിക്കുന്നത് ഈ 7 കാര്യങ്ങൾ അവന് കൊടുക്കുമ്പോഴാണെന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതം ഇനി മറ്റെന്തിനു നോക്കാൻ? ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി. ഏത് കാര്യം? എന്തൊക്കെ? ഈ 7 കാര്യം കൊടുപ്പി. ദൈവപുത്രനാണോ, ദൈവമക്കളാണോ, ഇതങ്ങ് കൊടുത്തോ. പിന്നെ നിങ്ങൾ എന്തിന് ഭാരപ്പെടുന്നു? ജീവിതം മുഴുവനും രാപ്പകൽ സമൃദ്ധിയായിട്ട് ജീവിക്കാൻ തരാൻ കഴിവുള്ളവനാണ് അവൻ. എന്നാൽ പലപ്പോഴും അത് തരാനായിട്ട് അവസരം ഒരുക്കുമ്പോൾ അത് മാറിക്കളയും. സാരാഭാത്തിലെ വിധവയെ ദൈവം അനുഗ്രഹിച്ച് അവളുടെ ആയുഷ്കാലം മുഴുവനും അവളെ അനുഗ്രഹിക്കാൻ, അവൾക്ക് വേണ്ടതൊക്കെയും നൽകാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുക. അതിന് വേണ്ടിയിട്ട് അവളുടെ ഭക്ഷണമൊക്കെ, ഉപജീവനമൊക്കെ കുറച്ച് കൊണ്ടുവന്ന് ഒരടയും അല്പം വെള്ളവും ഇത് മാത്രമായി, എണ്ണയും മാത്രമായി, പൊടിയും മാത്രമായി. ഇനി അത് കഴിച്ചിട്ട് മരിക്കാൻ പോവാ, തീർന്നു. ഈ സന്ദർഭമാണ് കർത്താവ് നോക്കുന്നത്. കർത്താവ് അവളെ സ്നേഹിക്കുന്നു. അവളുടെ ആയുഷ്കാലം മുഴുവനും സമൃദ്ധിയായിട്ട് അവളെ കൊണ്ടു നടക്കണമെന്നുണ്ട്. പക്ഷെ ഈ പ്രവൃത്തി അവൾ ചെയ്യണം. ദൈവത്തിന് കൊടുക്കണം. അവളോട് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, എനിക്കൊരു പാത്രം വെള്ളം വേണം, വെള്ളം തരാം. ഒരടയും കൂടി വേണം.
അയ്യോ അടയോ, അതൊരല്പം എൻ്റെ അവസ്ഥ എങ്ങനെയാ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഒരടയുണ്ടാക്കി എനിക്ക് കൊണ്ടുവന്നതാ. ദൈവം പറയുന്നു, ദൈവം ആകാശത്തേക്കുള്ള വാതിൽ തുറന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് ഇസ്രായേലിൽ സമൃദ്ധി ഉണ്ടാകുന്നവരെയും നിന്റെ കലത്തിലെ മാവോ ഭരണിയിലെ എണ്ണയോ തീർന്നു പോകില്ല. ധൈര്യപ്പെട്ടു, വചനത്തിൽ ധൈര്യപ്പെട്ടു, കൊണ്ടുപോയി കൊടുത്തു. അവളുടെ ആയുഷ്കാലം മുഴുവനും അലലില്ലാതെ ജീവിച്ചു. ആരാധനയും ദൈവോത്തരന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, ദൈവോത്തരന്മാരെ യേശുവിന് കൊടുപ്പീൻ. കാരണം നമുക്ക് മടക്കി കിട്ടി സുഖമായിട്ട് സന്തോഷമായിട്ട് സമ്പന്നരായിട്ട് ജീവിക്കാൻ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന് കൊടുപ്പീൻ, ആരാധിപ്പീൻ. കർത്താവിന് ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ, ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം, സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം.